പ്രത്യേകിച്ച് നെല്ലിയാമ്പതി ഒരു റിസോർട്ടും കഴിഞ്ഞ് അതിനകത്തുനിന്ന് വലിയൊരു വമ്പൻ കാട്, ആനയും കാട്ടുപോത്തും ഒക്കെയുള്ള വലിയൊരു വനാന്തരങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു യാത്രയാണിത്. നമ്മുടെ ടീമംഗങ്ങൾ മുഴുവൻ ഇതിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടാൻ വേണ്ടി എങ്ങനെ വേണമെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം. പക്ഷെ കാടിൻ്റെ മനോഹാരിതയും പൂക്കളും ചെടികളും ഒക്കെയായിട്ട് കിടക്കുന്ന സ്ഥലമാണത്. മനോഹരമായ വനാന്തരങ്ങളിലൂടെ നമ്മുടെ ഗ്രൂപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. വനയാത്ര അതിദുർഘടമായ ഒരു യാത്രയിലൂടെയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. രസകരമായ ഒരു യാത്രയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഓക്സിജൻ ധാരാളമായി നമുക്ക് ലഭിക്കുന്ന ഒരു വനാന്തര യാത്ര. നമ്മൾ ഈ നഗരപ്രദേശങ്ങൾ മാത്രം കണ്ട് അവസാനം നമ്മൾ വളരെ കാലുകളിൽ അട്ട കടിച്ചും ഒപ്പം തന്നെ കാലുകൾ സുരക്ഷിതമായി നമുക്ക് സാനിറ്റൈസറോ മറ്റെന്തെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാം. വളരെ മനോഹരമായ ഒരു യാത്രയാണ് നമുക്ക് വനാന്തരങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മിസ്റ്റർ ജോജോ ആണ് ഈ യാത്രയുടെ നേതൃത്വം വഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സഹായിക്കാനായി അതിവിദഗ്ധനായ ആ ആദിവാസി മൂപ്പൻ്റെ മകനായ കൊട്ടാരം പറമ്പിൽ ഔസേപ്പച്ചനാണ് വരുന്നത്. വളരെ രസകരമായ ഒരു യാത്രയിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായി ഈ പ്രദേശത്തൂടെ ഞങ്ങൾ കടന്നു വന്നതാണ്. രസകരമായ ഒരു യാത്ര. പ്രത്യേകിച്ച് വളരെ ശക്തവും സുരക്ഷിതവും ഒന്നും നമുക്ക് പറഞ്ഞാലും സൂക്ഷിച്ചാൽ നമുക്ക് കാട്ടുപോത്തോ നമുക്കിപ്പോൾ ഒരു മൃഗങ്ങളെ ഒന്നും കാണാൻ സാധിച്ചില്ല. കാട്ടുപോത്തിൻ്റെ കാൽപാദങ്ങൾ കാട്ടുപാതയുടെ കാട്ടുപോത്തിൻ്റെ കാൽപ്പാടുകൾ ഞങ്ങൾ കണ്ടു, ഫ്രഷായിട്ടുള്ളത്. പക്ഷേ നേരിട്ട് കണ്ടില്ല. യോഗം ഉണ്ടോയെന്ന് അറിയത്തില്ല, കാണാനുള്ള യോഗം എങ്ങനെയാണെന്നറിയത്തില്ല. നീ കാട്ടുപോത്തിനെ കണ്ടോടാ? നീ കണ്ടില്ലേ? എന്താ കാട്ടുപോത്തിൻ്റെ എന്നാ കണ്ടേ? കാൽപാദം കണ്ടു. അതാണ്, കാൽപാദം കണ്ടു. സുരക്ഷിതമാണ്. നമുക്ക് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ വെറുതെ പുറം ലോകം മാത്രമല്ല, വനാന്തരങ്ങളിലൂടെ ഒക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇതിപ്പം നമുക്ക് പലതും ഉണ്ടല്ലോ. ഓറഞ്ചും ഉണ്ട്, കാപ്പിത്തോട്ടങ്ങളൊക്കെ ഉണ്ട് ഇതിനിടയ്ക്കൂടെ. നല്ല ഹൈറ്റുള്ള മരങ്ങളും ഒക്കെയായിട്ട് മുൻകാലങ്ങളൊക്കെ ഈ വഴിയിലൂടെ ജീപ്പൊക്കെ സഞ്ചരിച്ചു എന്നാണ് പറയാറ്. ഇപ്പം അങ്ങനെ ജീപ്പൊന്നും ഇല്ല ഇവിടെ, എല്ലാം പോയി. നമുക്കത് എന്തായാലും വലിയൊരു ത്രില്ലുള്ളൊരു യാത്രയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സാധിക്കും, മനസ്സിലായ? എന്തോ ഒരെണ്ണം എൻ്റെ കാലിൽ കയറിയിരിക്കുന്നുണ്ട്. നമുക്കത് അവിടെ ഒന്ന് നോക്കാം. ഇപ്പോൾ സമയമില്ല, കുഴപ്പമില്ല, അവരിക്കട്ടെ, കുറച്ച് നേരം അവൻ കഴിക്കട്ടെ വെള്ളം. അവൻ കടിച്ച് ജോയ്സം കഥക്കില്ലേ, മനസ്സിലായ? അപ്പോൾ എന്തായാലും നമുക്കും ഇങ്ങനെ ഫാമിലിയായിട്ട് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കേട് നമുക്ക് കാടുകളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പഠിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ വരും ചെയ്യാം കേട്ടോ. യാത്ര നമുക്കൊരു ആഘോഷമായി മാറ്റണം. വെറുതെ തിന്നും കുടിച്ചിരിക്കുകയല്ല നമുക്ക് ശരിക്കും വേണ്ടത്. നമുക്ക് ഇങ്ങനെയുള്ള കേരളത്തിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ മൂന്നാറും നെല്ലിയാമ്പതിയും ഇടുക്കി അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് വനാന്തരങ്ങളിലുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ ആയിട്ട് അടിപൊളി. നിങ്ങൾ തിരിഞ്ഞു പറഞ്ഞ യാത്രയെക്കുറിച്ചൊന്ന് പറഞ്ഞേ എല്ലാവരും. അടിപൊളിയായിരുന്നോ യാത്ര? പറയാൻ തിരിഞ്ഞിട്ട് ഉറക്കെ പറയേ.
സൂപ്പർ യാത്രയായിരുന്നു പറയുന്നത്. യാത്രകൾ ആളുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ആഴ്വശം കണ്ടില്ലേ, ഒരു കൊക്ക പോലെയുള്ള. ആ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചെങ്കിൽ ഇപ്പോൾ തൊട്ട് മുമ്പാണ് ഇതിൻ്റെ കാട്ടുപോത്ത്. ഇത് ജസ്റ്റ് അതിൻ്റെ കുളമ്പടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇപ്പം എൻ്റെ ജസ്റ്റ് ഒന്ന് പോയുള്ളൂ കാട്ടുപോത്ത്. ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ലേ. കാട്ടുപോത്തിൻ്റെ കുളമ്പടികളാണ് നമ്മൾ കണ്ടത്. മനസ്സിലായ, ജസ്റ്റ് അവർ ചവിട്ടി. അതൊക്കെ വലിയ കുഴികളാണ്. അങ്ങോട്ടൊക്കെ പോകുന്നത് വളരെ കുഴികളാണ്. നമുക്ക്